അപ്പൊ റഹ്മാൻ റഹീമായ അള്ളാഹുവിന്റെ പേര് കൊണ്ട് സഹായം തേടിയവനായ നിലയിൽ ഞാൻ ഖുർആൻ ഓതാൻ ആരംഭിക്കുന്നു. അപ്പൊ ഇത് ആദ്യമായി ഒരടിമ പറയണം. പിന്നെ അതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രശംസ, അള്ളാഹുവിനെ പുകഴ്ത്തണം, അള്ളാഹുവിനെ സ്തുതിക്കണം. അതിനാണ് അള്ളാഹു തആല പറഞ്ഞു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പിന്നെ കൊണ്ടുവരുന്ന ആയത്ത് അൽഹംദുലില്ലാഹ്, സ്തുതിയൊക്കെയും ലില്ലാഹി, അള്ളാഹുവിന് ഉടമപ്പെട്ടതാണ്, അല്ലെ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. അള്ളാഹു തആലയാണ് അതിന്റെ അധികാരി, അള്ളാഹുവാണ് അർഹതയുള്ളവൻ. ഏത് അള്ളാഹ്? റബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ, ലോകരുടെ മുഴുവൻ സർവ്വലോക സംരക്ഷകനായ, എല്ലാ ലോകത്തിന്റെയും റബ്ബായ, ഉടമസ്ഥനായ, അതിനെയൊക്കെ പരിചരിക്കേണ്ട മാതിരി പരിചരിച്ചു കൊണ്ടുവരുന്നവനായ അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്. നമ്മള് അതിന്റെ തഫ്സീർ ചെറുതായിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അള്ളാഹു തആല ബിസ്മി പറഞ്ഞ ഉടനെ വീണ്ടും അള്ളാഹു സുബ്ഹാനഹു സ്തുതിക്കുന്ന അൽഹംദുലില്ലാഹി അള്ളാഹു പഠിപ്പിച്ചു തരികയാണ്. പിന്നെ ആ റബ്ബിനെ തന്നെ വീണ്ടും എന്താണ് റബ്ബ് സുബ്ഹാനഹു വ തആല മഹത്വം അർ-റഹ്മാൻ റഹീം, അള്ളാഹു തആല വീണ്ടും എൻ്റെ റഹ്മത്തിനെ കുറിച്ച് ആവർത്തിച്ച് അള്ളാഹുവിനെ പുകഴ്ത്തി കേൾപ്പിക്കുകയാണ്. ആരാണ് അള്ളാഹു തആല? അർ-റഹ്മാൻ അർ-റഹീം. റഹ്മാൻ റഹീമായ അള്ളാഹു, സർവ്വലോക സംരക്ഷനായ അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മാൻ റഹീമുമാണ്. അതുപോലെ തന്നെ മാലിക് യൗമിദ്ദീൻ, അല്ലെങ്കിൽ മലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിലെ രാജാവാണവൻ. പ്രതിഫല നാളിലെ രാജാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല, അന്നത്തെ അധികാരി, രാജാവ് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം. അല്ലെങ്കിൽ മലിക്ക് ഖിറാഅത്ത്, മാലിക് വേറൊരു ഖിറാഅത്ത്. മാലിക് ആണെങ്കിൽ ആ പ്രതിഫല നാളിന്റെ ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്കാണ് സ്തുതിയൊക്കെയും. അപ്പൊ ഇവിടെ നമ്മൾ തഫ്സീർ ജലാലൈനി നമ്മൾ വായിക്കുന്നത്, ജലാലൈനിയിൽ സൂറത്തുൽ ഫാത്തിഹയുടെ തഫ്സീർ നമ്മൾ ഇന്നലെ കാണുന്നില്ലേ? ആ, ഇതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് ജുംലത്തുൻ ഖബരിയ قصد بها الثناء على الله بمضمونها من أنه تعالى مالك لجميع الحمد من الخلق ومستحق لأن يحمده. and അൽഹംദുലില്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് സർവ്വസ്തുതിയും. അപ്പോൾ അള്ളാഹു എന്താണ്? അൽഹംദുലില്ലാഹ് എന്ന പ്രയോഗത്തിൽ ഇല്ലാഹി, ബിസ്മില്ലാഹി എന്ന പ്രയോഗത്തിൽ അള്ളാഹു, അതൊക്കെ പറഞ്ഞു. അതെന്താണ്? അത് അലമുൻ അലൽ മഅബൂദ് ബിഹഖ്, സത്യത്തിലുള്ള ആരാധ്യൻ ആരാണോ ആ ആരാധ്യനുള്ള പേരാണ് അള്ളാഹു എന്ന ആ പേരാണ് അള്ളാഹു താൻ ഇവിടെയും പറഞ്ഞത്. എന്തുകൊണ്ട് പറഞ്ഞു എന്നൊക്കെ ഇൻഷാ അല്ലാഹ് പറയാം. റബ്ബിൽ ആലമീൻ, സർവ്വലോക സംരക്ഷകനായ അള്ളാഹുനാണ് സർവ്വസ്തുതിയും. അതാ റബ്ബിൽ ആലമീന്റെ മാന എന്താ? ഐ മാലിക് ജമീഇൽ ഖൽഖ്. കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നില്ല? കാണുന്നുണ്ട്. ആ, അള്ളാഹു താല ആരാണ്? മാലിക് ജമീഇൽ ഖൽഖി, മുഴുവൻ സൃഷ്ടികളുടെയും ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല. റബ്ബിന്റെ അർത്ഥം ഇവിടെ ഉടമസ്ഥൻ എന്ന് എടുത്തു. ഉടമസ്ഥൻ, അതുപോലെ പരിപാലകൻ എന്നൊക്കെ അർത്ഥമുണ്ട്. അതിന്റെ ശരിയായ അർത്ഥം നമ്മൾ സാധാരണ പറയുന്ന, അല്ലെങ്കിൽ ഏറ്റവും പ്രബലമായ അർത്ഥമാണ് രക്ഷിതാവായ. അപ്പൊ അത് എന്താ പ്രയോഗത്തിന് അർത്ഥം ശേഷം പറയുന്നുണ്ട്. അപ്പൊ ആരാണ് അള്ളാഹു താല? മാലിക് ജമീഇൽ ഖൽഖി, മുഴുവൻ സൃഷ്ടികളുടെയും ഉടമസ്ഥനാണ് അള്ളാഹു താല. സൃഷ്ടികൾ ആമിനൽ ജിൻസി, മനുഷ്യന്മാരാകട്ടെ, വൽ ജിന്നി, ജിന്നുകളാകട്ടെ, വൽ മലായികത്തി, മാലാകമാരാകട്ടെ, വദ്ദവാബ്, മറ്റ് മൃഗങ്ങളാകട്ടെ, വഗൈരിഹിം, അതല്ലാത്ത വേറെ ഏതെല്ലാം പടപ്പുകളുണ്ടോ എല്ലാ പടപ്പുകളുടെയും റബ്ബാണ് അള്ളാഹു താല. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് സർവ്വലോകം. ഇതെല്ലാം ഒരു ലോകമാണ്. അതാ വകുല്ലും മിന്നാ യുതലഖു അലൈഹി ആലം. പറയട്ടെ,
ഇവയിൽ നിന്നുള്ള ഓരോന്നിന്റെ മേലും പ്രയോഗിക്കപ്പെടാം ആലം എന്ന പ്രയോഗം. യുഖാലു ആലമുൽ ഇൻസി പറയപ്പെടാറുണ്ട്, ആലമുൽ ഇൻസി മനുഷ്യലോകം, ആലമുൽ ജിന്നി ജിന്ന് ലോകം, ഇലാ വൈരിതാലിക ആലമുൽ മലായിക മാലാകമാരുടെ ലോകം, ആലമുൽ ദവാബ് മൃഗങ്ങളുടെ ലോകം. ഇങ്ങനെ ഓരോന്നിനെ കുറിച്ചും ഓരോ ലോകം എന്ന് പറയാം. ഇവയൊക്കെ എന്താണ്? ഓരോ ലോകമാണ്. അപ്പൊ ഈ ലോകരെ മുഴുവൻ, ഇവരുടെ മുഴുവൻ എന്താണ്? സംരക്ഷിതാവാണ്, ഇവരുടെ മുഴുവൻ രക്ഷിതാവാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബ് സുബ്ഹാനഹു വ തആലക്കാണ് സ്തുതിയായ സ്തുതിയൊക്കെയും. അപ്പൊ ഈ പറഞ്ഞ പ്രയോഗത്തിൽ ഇമാം ജലാലുദ്ദീൻ മഹല്ലി പറയാം, ഗുല്ലിബ ഫീ ജംഇഹി ബിൽ യാഇ വന്നൂനി, ഗുല്ലിബ തഗ്രീബാക്കപ്പെട്ടു. അപ്പൊ ആ പറഞ്ഞ പ്രയോഗം നമുക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കണമെന്നില്ല, അത് പറഞ്ഞുതരാം. അതായത് ഇവിടെ ആലം, ആലം എന്നതിന്റെ പൂർണ്ണലാണ് ആലമീൻ. ആലമൂന, ആലമീന എന്നൊക്കെ പറഞ്ഞാൽ അത് ജമ്മാണ്. അത് ജമ്മു മുദക്കർ സാലിമ് എന്ന് പറയും. ആലമൂന, ആലമീന എന്നൊക്കെയുള്ള പ്രയോഗം. അത് റഫിന്റെ ഘട്ടമാകുമ്പോൾ ആലമൂന പറയും, ജെറിന്റെ നെസ്മിന്റെ ഘട്ടമാകുമ്പോൾ ആലമീന പറയും. അപ്പൊ ഇവിടെ ആലമീന എന്ന് പറഞ്ഞു. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ യാ നൂന് കൊണ്ട് ഇതിനെ ജത ഫീ ജംഇഹി ബിൽ യാഇ വന്നൂനി, യാ നൂനെ കൊണ്ട് അത് ആലമീന എന്ന് പറഞ്ഞിട്ട് ജമ്മാക്കി. അത് ഉരുൽ ഇൽമി അലാ ഗൈരിഹി. അപ്പൊ ഇവിടെ ഈ ജമ്മാക്കിയപ്പോൾ ഇവിടെ തഗ്രീബാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ കൂടുതലുള്ളതായി പരിഗണന നൽകിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഇൽമുടയവരെയാണ് അലാ ഗൈരിഹിം, മറ്റുള്ളവരെക്കാൾ. അഥവാ ഈ ആലമെന്ന് പറഞ്ഞ ഈ ഒരു പ്രയോഗത്തിൽ ആരെല്ലാം പെട്ടു? മനുഷ്യരും ജിന്നുകളും മാലാകമാരും മൃഗങ്ങളും മൃഗങ്ങളല്ലാത്ത മറ്റ് ജന്തുക്കളും എല്ലാം പെട്ടു. അപ്പൊ ഇവയെല്ലാം കൂടി ഉൾക്കൊള്ളുന്നതാണ് ആലമെന്ന് പറഞ്ഞത്. അപ്പൊ സാധാരണഗതിയിൽ ഈ ആലമൂന എന്ന് പ്രയോഗിക്കുക ബുദ്ധിയുള്ള ആൾക്കാർ, അതാ ബുദ്ധിയുള്ള മനുഷ്യർ, അതുപോലെ തന്നെ ജിന്നുകൾ, മാലാകമാർ, ഇവരെ സംബന്ധിച്ച് പറയാനുള്ള പ്രയോഗമാണ് ലോകർ, അല്ലെങ്കിൽ ആലം. ആലമിന്റെ പ്ലൂറലായി വരുന്ന ഈ ആലമൂൻ എന്ന പ്രയോഗം. അതേ സമയത്ത് ബുദ്ധിയില്ലാത്തവരെ സംബന്ധിച്ചാണെങ്കിൽ, അല്ലെങ്കിൽ ബുദ്ധി നൽകപ്പെട്ടില്ലാത്ത മൃഗങ്ങൾ, മറ്റ് വസ്തുക്കൾ, അവയൊക്കെ പരിഗണിക്കുകയാണെങ്കിൽ ഈ ആലമൂന എന്നല്ല പറയേണ്ടിയിരുന്നത്, ആലമാത്ത്. അല്ലെങ്കിൽ ഈ ആലമൂന എന്ന ഈ വസിന് അത് ദവില്ലുഖൂൽ, ബുദ്ധിയുടെ ആൾക്കാരെ കുറിച്ച് പറയുന്ന, നമ്മൾ പറയുമല്ലോ അവർ, ആ പ്രയോഗം അവർ എന്ന് പറയുന്ന ആരെ കുറിച്ച് നമ്മൾ പറയുക? ബുദ്ധിയുള്ളവരെ കുറിച്ചാണ് പറയുക. മനുഷ്യരെ സംബന്ധിച്ച് ചിന്തിക്കാൻ കഴിയുള്ള ആൾക്കാരെ കുറിച്ച് അവരെന്ന് പറയുക. ഏകദേശം മൃഗങ്ങളെ കുറിച്ച് നമ്മളെന്ന് പറയില്ല, അവർ എന്ന് പറയില്ല, അവയെന്നേ പറയൂ. അവർ എന്ന് പറയില്ല. അപ്പൊ ഇവിടെ ഈ അവർ എന്ന പ്രയോഗമാണ് ശരിക്കും ആലമൂൻ, ലോകർ എന്ന് പറയുന്നത്. അപ്പൊ അതേ പ്രയോഗം ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന എല്ലാത്തിനും കൂടിയാണ്. അപ്പൊ പറയുകയാണ്, അപ്പൊ ഇതെല്ലാം പെട്ടിട്ടുണ്ടെങ്കിലും ആരെ കൂടുതൽ പരിഗണിച്ചു? ഇതിൽ ബുദ്ധിയുള്ള മനുഷ്യ, ജിന്ന്, മാലാകമാരെ പരിഗണിച്ചിട്ട് ആ പ്രയോഗം പറഞ്ഞതാണ് എന്നർത്ഥം. അല്ലെങ്കിൽ എല്ലാത്തിനും കൂടി ഉൾപ്പെടുത്തുന്ന അവ പോലുള്ള ഈ അവർ പറയാത്ത പ്രയോഗമാണ് കൊണ്ടുവരേണ്ടിയിരുന്നത്. അപ്പൊ ആലമാത്ത് എന്ന് പറയേണ്ടിയിരുന്നു. അപ്പൊ അത് പറയാതെ ആലമൂന പറഞ്ഞത് ഈ തഗ്രീബ് ഉള്ളതിൽ ചിലതിനെ മികപ്പിച്ച് പറഞ്ഞതാണ് എന്നർത്ഥം. അതുകൊണ്ടാണ് ആലമൂൻ, അതിന്റെ ജെറിന്റെ ഘട്ടമായതിന് ആലമീന എന്ന് പറഞ്ഞതാണ്. അപ്പൊ ആലം, അപ്പൊ റബ്ബിൽ ആലമീൻ, ലോകരുടെ മുഴുവൻ രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനാണ് സർവസ്തുതിയും. ഇനി ആലം എന്ന പ്രയോഗമോ വഹുവ മിനൽ അലാമത്തി, ഈ ആലം എന്ന പ്രയോഗം അത് മിനൽ അലാമത്തി, അടയാളം എന്ന വാക്കിൽ നിന്ന് വരുന്ന അലാമത്ത് എന്നതാണ് ആലം. കാരണം എന്താ? ലിഅന്നഹു അലാമത്തുൻ അലാ മൂജിദിഹി, ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്നത് അത് അതിന്റെ സൃഷ്ടാവ് ആരാണോ അവനെ അറിയിക്കാനുള്ള അടയാളമാണ്. അപ്പൊ ആലം എന്ന പ്രയോഗം വന്നിരിക്കുന്നത് അലാമത്ത്, അടയാളം. അടയാളം എന്നർത്ഥം വരുന്ന ആ വാക്കിൽ നിന്നാണ് ആലം വന്നിരിക്കുന്നത്. എന്തുകൊണ്ട്? ഈ ആലമിന്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനെ കുറിച്ച് അറിയാനുള്ള അടയാളമാണ് ഈ കാണുന്ന ലോകം. ഏത് ലോകം? മനുഷ്യരെ കണ്ടാലും, അതുപോലെ ജിന്നുകളെ ഇനി കണ്ടാൽ, മാലാകമാരെ കണ്ടാൽ, മൃഗങ്ങളെ കണ്ടാൽ, പക്ഷികളെ കണ്ടാൽ, മത്സ്യങ്ങളെ കണ്ടാൽ, ഇതെല്ലാം അതിന്റെ സ്വാനിആയ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് അറിയാനുള്ള അടയാളമാണ് എന്ന് നിലയ്ക്കാണ് അതിനൊക്കെ ആലം, അതൊക്കെ ഓരോ ലോകം എന്ന് പറയുന്നത്. ഇതിനാണ് പ്രപഞ്ചം അല്ലെങ്കിൽ ലോകം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ
ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ ആലമിന്റെ ഡെഫിനേഷൻ തന്നെ അൽ ആലം മാസിവൽ ബാരി താല. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം പ്രപഞ്ചമാണ്. അള്ളാഹു അല്ലാത്ത എല്ലാം പ്രപഞ്ചമാണ്, ലോകമാണ്. കാരണം എന്താ? അള്ളാഹു അല്ലാത്ത എല്ലാ സൃഷ്ടികളും ആ അള്ളാഹു ആകുന്ന സൃഷ്ടാവിന്റെ മേൽ അറിയിക്കുന്ന അടയാളങ്ങളാണ്. അപ്പൊ ആ നിലയ്ക്ക് അള്ളാഹു അല്ലാത്ത എല്ലാത്തിനെ കുറിച്ച് എന്തെന്ന് പറയും? അല്ല ആലം, ആലം, ആലം എന്ന പ്രയോഗമുണ്ട്. അപ്പൊ അതിൽ നിന്നാണ് ഇവിടെയും ആലം എന്ന്, ആലമി, അള്ളാഹു താല ഓരോന്നിനെ കുറിച്ചും അത് ആലമാന്ന് പറഞ്ഞിട്ട് റബ്ബിൽ ആലമീൻ, സർവ്വലോകരുടെയും സൃഷ്ടാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് സ്തുതിയായ സ്തുതിയൊക്കെയും. അർ-റഹ്മാൻ റഹീം, അള്ളാഹു താല ബിസ്മില്ലാഹിൽ പറഞ്ഞ റഹ്മാൻ റഹീം വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. അള്ളാഹു ആരാണ്? അർ-റഹ്മാൻ, സർവർക്കും കാരുണ്യം ചൊരിയുന്നവനായ, അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും എല്ലാം കാരുണ്യം ചൊരിയുന്നവനായ, ദുനിയാവിൽ അള്ളാഹു താല എല്ലാവർക്കും ദുനിയാവിൽ കാരുണ്യം ചൊരിയുന്നവനായ അള്ളാഹ് അർ-റഹീം, ഈ ലോകത്ത് വഴിപ്പെട്ടവർക്ക് നാളെ പാരത്തിൽ ലോകത്ത് പ്രത്യേകം ഗുണം ചെയ്യുന്നവനായ, പ്രത്യേകം കാരുണ്യം ചെയ്യുന്നവനായ അള്ളാഹ്. ഇതാണ് ആരാണ് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ ഐദിർ റഹ്മ, കാരുണ്യമുടയവനായ. എന്താണ് ഈ കാരുണ്യം എന്നാൽ വഹി ഇറാദത്തുൽ ഖൈരി ലി അഹ്ലിഹി, അഹ്ലുകാർക്ക്, അതിന്റെ അഹ്ലുകാർക്ക് ഖൈറിനെ, നന്മയെ ഉദ്ദേശിക്കലാണ് റഹ്മത്ത് എന്നാൽ. റഹ്മത്ത് ഒരു ഡെഫിനിഷനാണ്. അതായത് റഹ്മത്ത് കാരുണ്യം എന്നാൽ ആരോടാണോ കാണിക്കുന്നതിന്റെ അഹ്ലുകാർക്ക് അവരോട് കാണിക്കുന്ന ആ നന്മ, അവരോട് എന്ത് ചെയ്യുക? കാരുണ്യ വായ്പ. അതാണ് കാരുണ്യം എന്ന് പറഞ്ഞാൽ. പിന്നെ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മലിക് യൗമിദ്ദീൻ. ഒരു ഖിറാഅത്ത് നമ്മൾ സാധാരണ വന്ന് മാലിക്കിയാണ്, ഇവിടെ ആദ്യം പറയുന്ന ഖിറാഅത്ത് മലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിൽ രാജാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് മലിക് യൗമിദ്ദീൻ, പ്രതിഫല നാൾ. അതാ ദീന്റെ അർത്ഥം ഐൽ ജസാഇ, പ്രതിഫലത്തിന്റെ നാളെന്നർത്ഥം. പ്രതിഫല നാളിന്റെ രാജാവായ അള്ളാഹു സുബ്ഹാനഹു. ഏതായി പ്രതിഫല നാൾ? വഹുവ യൗമുൽ ഖിയാമ, അത് ഖിയാമത്ത് നാളാണ്. ഖിയാമത്ത് നാളിലെ രാജാവായ അള്ളാഹു സുബ്ഹാനഹു തആല. അപ്പൊ അള്ളാഹു തആല വേറൊരു സമയത്തും രാജാവല്ലേ? എല്ലാ കാലത്തെയും രാജാവ് അള്ളാഹു അല്ലേ? എന്താ ഈ പ്രതിഫല നാളിലെ രാജാവ് എന്ന് പ്രത്യേകം പറയാൻ കാരണം? അതാ വഖുസ്സ ബിദ്ദിക്രി, വഖുസ്സ പ്രത്യേകമാക്കപ്പെട്ടു ബിദ്ദിക്രി, ഈ പ്രതിഫല നാളാകുന്ന ഖിയാമത്ത് നാളിലെ പറയലുകൊണ്ട് പ്രത്യേകമാക്കിയത്. ലിഅന്നഹു, നിശ്ചയമായ കാര്യം, ലാ മുൽക, ഒരു അധികാരവുമില്ല, അധികാരവുമില്ല, ലാഹിറൻ പ്രത്യക്ഷത്തിൽ, ഫീഹി ആ പ്രതിഫല നാളിൽ, ലിഅഹദിൻ ഒരാൾക്കുമില്ല, ഇല്ലാ ലഹു തആല അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അല്ലാതെ. അപ്പൊ ഇന്നും ദുനിയാവിൽ നിലനിൽക്കുന്ന ഈ കാലത്തും എല്ലാ കാലത്തും ശരിയായ അധികാരി മലിക് ആര്? രാജാവ് അള്ളാഹുവാണ്. പക്ഷേ മലിക് യൗമിദ്ദീൻ, പ്രതിഫല നാളിന്റെ ഉടമസ്ഥൻ എന്ന് പ്രത്യേകം എന്ത് ഇവിടെ പറയാൻ കാരണം, ആ പ്രതിഫല നാളിൽ വേറെ ആരും മുൽക്ക് പറയാനില്ല, വേറെ ആരും അധികാരം പറയാനില്ല. കണ്ടില്ലേ? ബിദലീൽ, തെളിവ്. അള്ളാഹു തആല ഖുർആനിൽ പറയും, അള്ളാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ചോദിക്കുന്ന ചോദ്യമുണ്ട്, ലിമനിൽ മുൽക്കുൽ യൗം, ആർക്കാണ് ഇന്നത്തെ അധികാരം? അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ആർക്കാണ് ഇന്നത്തെ അധികാരം എന്ന് ചോദിക്കുമ്പോ ഒരാളും മറുപടി പറയാനില്ല. ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ, എല്ലാം അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ റബ്ബിനാണ് അധികാരമെന്ന് അവിടുന്ന് മറുപടി മുഴങ്ങും. അപ്പൊ ആ രീതിയിൽ അവിടെ വേറൊരാളും ഇദാഫിയായി പോയും ആപേക്ഷികമായി പോലും വാദിക്കാൻ പോലും ഒരാളും മലിക്കായി രാജാവായി ഇല്ല. അന്ന് ഒരേ ഒരു രാജാവ് മാത്രം. അതുകൊണ്ടാണ് ആ നാളിന് രാജാവ് എന്ന് പ്രത്യേകം പറയാൻ കാരണം. മലിക് യൗമിദ്ദീൻ, മലിക് യൗമിദ്ദീൻ എന്ന് വരുമ്പോ എത്ര ഹർഫുണ്ടാകുക സൂറത്തുൽ ഫാത്തിഹയില്? മലിക് യൗമിദ്ദീൻ എന്ന ഖിറാഅത്ത് സൂറത്തുൽ ഫാത്തിഹയിൽ എത്ര അക്ഷരം ഉണ്ടാവും? 155. 155. അയ്യോ, 155. മാലിക് ആണെങ്കിൽ 156. നമ്മൾ പറഞ്ഞു അങ്ങനെ. അതാണ്. ഇനി നമ്മളൊക്കെ ഓതുന്ന ഒമൻ ഖറഅ മാലിക്, ഈ മാലിക് എന്ന് ഓതിയ ആൾക്കാർ, അപ്പൊ മഅനാഹു, അതിന്റെ അർത്ഥം, മാലിക് നാമിന്റെ അർത്ഥം മാലിക്കിൽ അംരി കുല്ലിഹി ഫി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മുഴുവൻ കാര്യങ്ങളുടെയും ഉടമസ്ഥനായ അള്ളാഹു, എല്ലാ കാര്യങ്ങളുടെയും മാലിക്, ഓണറായ, ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ റബ്ബ് സുബ്ഹാനഹു വ തആല, അള്ളാഹു സുബ്ഹാനഹു വ തആലക്കാണ് സർവസ്തുതിയും. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് സ്തുതിയായ സ്തുതിയൊക്കെയും എന്നർത്ഥം.
അപ്പൊ ഇവിടെ ഹംദിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഈ ഹംദ് എന്ന് പറഞ്ഞാൽ? അൽഹംദു സ്തുതി, എല്ലാ സ്തുതിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കാണ് പറയുന്നത്. എന്താണ് സ്തുതി? ഹംദ് എന്നാൽ എന്താണ്? ഇപ്പൊ ഞാൻ ഷെയർ ചെയ്ത ഒരു പേപ്പർ കാണുന്നുണ്ടോ? അൽഹംദു ഹുവ സനാഉ കാണുന്നുണ്ടോ? എന്താണ് ഹംദ്? ഹംദ് എന്ന് പറഞ്ഞാൽ അൽ ഹംദു ഹുവ സനാഉ ബിൽ ഖൗലി അലൽ മഹ്മൂദ് ബി സിഫാത്തിഹിൽ ലാസിമത്തി വൽ മുതഅദ്ദിയത്തി. ഹംദ് എന്ന് പറയുന്ന നിർവചനം മഹാന്മാർ പറഞ്ഞത് എങ്ങനെയാണ്? ഹംദ് സ്തുതിക്കുക എന്ന് പറയാൻ എന്താണ്? ഒരാളുടെ ലാസിമ മുതഅദ്ദിയായ സിഫത്തുകളെ സുസ്ഥിരമായ വിശേഷണത്തിൽ, അഥവാ ഒരാളിൽ തന്നെ കുടികൊള്ളുന്ന അല്ലെങ്കിൽ അയാളിൽ നിന്ന് വിട്ടുകിടക്കുന്നതായ സ്തുത്യർഹമായ ഒരു വിശേഷണത്തെ നാവ് കൊണ്ട് പുകഴ്ത്തലാണ്, വർത്തമാനം കൊണ്ട് പുകഴ്ത്തലാണ് എന്തെന്നാൽ സ്തുതിക്കൽ എന്നാൽ. അൽഹംദ് ഹംദ് എന്ന് പറഞ്ഞാൽ ഹുവ അസ്സനാഉ ബിൽ ഖൗലി അലൽ മഹ്മൂദി ബിസിഫാത്തിഹിൽ ലാസിമത്തി വൽ മുതഅദ്ദിയ. അതാ ഒരാളിൽ തന്നെ കുടികൊള്ളുന്ന അല്ലെങ്കിൽ അയാളിൽ നിന്ന് വിട്ടുകിടക്കുന്ന, മറ്റുള്ളവരിലേക്ക് കൂടി പകർന്നു കൊടുക്കുന്ന ഒരു സ്തുത്യർഹമായ സ്വഭാവം, സ്തുത്യർഹമായ വിശേഷണം. ആ സ്തുത്യർഹമായ വിശേഷണത്തെ വർത്തമാനം കൊണ്ട് പുകഴ്ത്ത്, വാക്കുകൊണ്ട് പുകഴ്ത്തുന്നതിനാണ് എന്തെന്ന് പറയുക? ഹംദ്, സ്തുതിക്കുക എന്ന് പറയുക. സ്തുതി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥമാക്കുന്നത്. എന്താ പറയാ? വശുക്കുർ ലായക്കൂർ ഇല്ലാതെ മുതഅദ്ദിയ. ഇങ്ങനെ ഒരാൾക്കുള്ള ഗുണം ഒരാളിൽ തന്നെ നിലകൊള്ളുന്ന ഗുണമാകാം, അത് മറ്റുള്ളവരിലേക്ക് അതിന്റെ ഉപകാരം വിട്ടുകിടക്കുന്നതാകാം. എന്നാൽ വശുക്കുറു ശുക്ർ, നന്ദി എന്ന് പറഞ്ഞാൽ ലായക്കൂർ ഇല്ലാതെ മുതഅദ്ദിയ. എന്നാൽ മറ്റൊരാളിലേക്ക് വിട്ടുകിടക്കുന്ന ഒരു സ്തുത്യർഹമായ ഗുണം, സ്തുത്യർഹമായ വിശേഷണം, അതിനാണ് നന്ദി ഉണ്ടാവുക. അവിടെയാണ് നന്ദി ഉണ്ടാവുക. ഈ നന്ദി എന്നുള്ളത് വേക്കൂനുബിൽ ജിനാനി വൽ ലിസാനി വൽ അർക്കാൻ. നന്ദി എങ്ങനെയാകാം? പറയണമെന്നില്ല. ഒരാൾ നന്ദി പ്രകടിപ്പിക്കുന്നത് വേക്കൂനുബിൽ ജിനാനി വൽ ലിസാനി വൽ അർക്കാൻ, അവന്റെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും കൈകാലുകളെ കൊണ്ടൊക്കെ നന്ദി പ്രകടിപ്പിക്കാൻ കഴിയും. എന്നാൽ ഹംദ് വാക്കുകൊണ്ട് പറയുമ്പോഴാണ് എന്ത് ചെയ്തത്? ഹംദാവുക. അതാ ഈ ഹംദ് എന്ന് പറഞ്ഞാൽ, സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിനം ശുക്രിൽപ്പെട്ടതാണ്. നന്ദിയുടെ പല രൂപങ്ങളുണ്ട്. നന്ദി പല രൂപത്തിലും ഉണ്ടാകാം. ആ നന്ദിയിൽപ്പെട്ട ഒരിനമാണ് എന്ത്? ഹംദ് എന്ന് പറഞ്ഞാൽ, സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ. അതാ ഫഫിൽ ഹദീസിലുണ്ട് അൽ ഹംദു റഅ്സു ശുക്രി മാ ശകറല്ലാഹു അബ്ദുൻ ലം യഹ്മദു. ഹംദ് എന്ന് പറഞ്ഞാൽ, സ്തുതിക്കുക എന്ന് പറഞ്ഞാൽ അത് നന്ദിയുടെ ഹെഡാണ്. നന്ദി പ്രകടനത്തിന്റെ, നന്ദി കാണിക്കലിന്റെ, താങ്ക്സിന്റെ ഹെഡായി വരുന്ന സംഗതിയാണ് സ്തുതി പറയുക എന്ന് പറഞ്ഞാൽ. പറയട്ടെ, മാ ശകറല്ലാഹു അബ്ദുൻ, ഒരടിമയും അള്ളാഹുവിന് ശുക്ർ ചെയ്തിട്ടില്ല, ലം യഹ്മദുഹു, അള്ളാഹുവിനെ സ്തുതിക്കാത്ത, അള്ളാഹുവിന് ഹംദ് പറയാത്തൊരു അടിമ, അള്ളാഹുവിന് നന്ദി കാണിക്കാത്ത അടിമയാണ്. എത്ര നന്ദി എന്ന് പറഞ്ഞാലും നന്ദി ആദ്യം എന്ത് വരണം? അള്ളാഹുവിനെ സ്തുതിക്കൽ വരണം. അപ്പൊ അങ്ങനെ സ്തുതി ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും ഉന്നതമായ ശുക്ർ ഉണ്ടാകുന്നത് എന്നർത്ഥം. കാരണം എന്താ? കാരണം ഒരു നിഅമത്തിനെ എടുത്തു പറയുക, നാവ് കൊണ്ട് പറയുക എന്ന് പറഞ്ഞാൽ, ആ നാവിന് ആ ഒരു നിഅമത്തിനെ, ഒരു അനുഗ്രഹത്തെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നതിനേക്കാളും, അതുപോലെ കൈകാലുകളെ കൊണ്ട്, മറ്റ് അവയവങ്ങളെ കൊണ്ട് അതവ് പ്രകടിപ്പിക്കുന്നതിനേക്കാളുമെല്ലാം ഏറ്റവും വ്യാപകാർത്ഥമുള്ളതാണ് നാവ് കൊണ്ട് എടുത്തു പറയുക എന്ന് പറഞ്ഞാൽ. കാരണം ഈ ഖഫായി അമലിൽ ഖൽബി, ഒരാളുടെ ഹൃദയത്തിന്റെ പ്രവർത്തനം അത് അവ്യക്തമായതാണ്, ആർക്കും അങ്ങനെ ഗോപ്യമാകുന്നതല്ല. അതിന്റെ ശരിയായ അന്തസാരം അയാൾക്ക് തന്നെ അറിയാൻ പറ്റുള്ളൂ. ഒരാളുടെ അമലിന്റെ പ്രവർത്തനം, ഖൽബിന്റെ പ്രവർത്തനം, അത് അവ്യക്തമായതാണ്. വലിമാഫി അമൽ ജവാരിഹിൽ ഇഹ്തിമാൽ, അതുപോലെ കൈകാലുകളെ കൊണ്ട്, മറ്റ് അവയവങ്ങളെ കൊണ്ടാണ് നന്ദി പ്രകടിപ്പിച്ചാൽ ആ നന്ദി പ്രകടനത്തിൽ പല സാധ്യതകളുമുണ്ട്. അപ്പൊ അതുകൊണ്ട് ശുക്രിന്റെ ഏറ്റവും ഉന്നതമായ രൂപം അത് നാവ് കൊണ്ട് പുകഴ്ത്തൽ തന്നെയാണ്. നാവ് കൊണ്ട് ആ നിഅമത്തിനെ എടുത്തു പറയലാണ് എന്നർത്ഥം. അപ്പൊ അതാണ് അൽഹംദുലില്ലാ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ
ആ റബ്ബ് സുബ്ഹാനഹു മഹത്വത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ആദ്യം ഹംദ് പറയിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ലില്ല എന്ന് പറയുന്ന അർത്ഥം, ലില്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹു ഉടമപ്പെട്ടതാണ്, പല അർത്ഥത്തിലും വരാം. ഏഹ് അതാ ഇവിടെ അർത്ഥമാക്കുന്നത് ഫഇദാ ഖാല അബ്ദു അൽഹംദുലില്ലാഹ്, ഒരടിമ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ കാന മാനാഹു അന്ന കുല്ല ഹംദിൻ നതാബിഹി ഔ സയതി ബിഹി അഹദുൻ മിനൽ ഹാമിദീന ഫഹുവ ലില്ലാഹ്. ഏതൊരു സ്തുതിയും ഇതുവരെ കൊണ്ടുവന്ന അല്ലെങ്കിൽ സ്തുതിക്കുന്നവർ കൊണ്ടുവരുന്ന ഏതെല്ലാം ഹംദുണ്ടോ ആ ഹംദുകളൊക്കെയും അത് അള്ളാഹു ഉടമപ്പെട്ടതാണ്, അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന് പറഞ്ഞ ആ പ്രയോഗത്തിൽ എന്തെല്ലാം വിട്ടു? മുഴുവൻ മാലാകമാരുടെയും അമ്പിയാക്കന്മാരെയും ഔലിയാക്കന്മാരെയും മുഴുവൻ പടപ്പുകളുടെയും ഏതെല്ലാം സ്തുതിയുണ്ടോ ആ സ്തുതിയുടെ എല്ലാം യഥാർത്ഥ അവകാശി, അതിന്റെ എല്ലാം ഉടമസ്ഥാവകാശം ആർക്ക് മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. അതാ അള്ളാഹു തആലയ്ക്ക് ഉടമപ്പെട്ടതാണെന്ന് പറയാം, അള്ളാഹുവിന് അർഹതപ്പെട്ടതാണെന്ന് പറയാം, അള്ളാഹുവിന് മാത്രമുള്ളതാണെന്ന് പറയാം. ഇവിടെ ഈ ലാമിന് ഇഖ്തിസാസ് അഥവാ മാത്രമുള്ളതാണെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല പ്രയോഗം. മറ്റൊരു രണ്ട് പ്രയോഗത്തെക്കാൾ ഏറ്റവും നല്ലത് ഇങ്ങനെ അർത്ഥം പറയാം, അള്ളാഹു താലാക്ക് മാത്രമുള്ളതാണ് എല്ലാ നിഅമത്തും, എല്ലാ ഹംദും, എല്ലാ സ്തുതിയും അള്ളാഹുവിന് മാത്രമുള്ളതാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഫാഫാദ അൽഹംദുലില്ലാഹ് അല്ലാ മഹ്മൂദ ഫിൽ ഹഖീഖത്തി ഇല്ലല്ലാഹ്. അൽഹംദുലില്ലാഹ് ഒരു മഅന പറഞ്ഞാൽ എല്ലാ സ്തുതിക്കും അള്ളാഹു മാത്രമുള്ളതാണെന്ന് പറയുന്ന അർത്ഥം യഥാർത്ഥത്തിൽ സ്തുതിക്കപ്പെടാൻ അർഹൻ അള്ളാഹു അല്ലാതെ വേറെ ആരും ഇല്ലാതാണ്. അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാ മഹ്മൂദ ഫിൽ ഹഖീഖത്തി ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ സ്തുതിക്ക് അർഹതയുള്ളവൻ ആര് മാത്രമാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം? ഫൈനൽ ഹംദ ഹുവ സനാഉ, നിശ്ചയമായും സ്തുതി എന്ന് പറഞ്ഞാൽ അത് പുകഴ്ത്തലാണ്, പ്രശംസിക്കലാണ്. അനുഗ്രഹം ചെയ്തു കൊടുത്തതിന്റെ പേരിൽ, ഒരാൾക്ക് ഒരു അനുഗ്രഹം ചെയ്തു കൊടുത്തതിന്റെ പേരിൽ ആ അനുഗ്രഹം കിട്ടിയ അയാൾ പുകഴ്ത്തുന്നതിനാണ് ഹംദ് എന്ന് പറയുക. അതാണല്ലോ ഹംദ് എന്ന് പറഞ്ഞത്. എന്നാ ശരിയായ യഥാർത്ഥത്തിൽ അള്ളാഹുവിൽ നിന്നല്ലാതെ അനുഗ്രഹം ചെയ്യലില്ല. അതുകൊണ്ട് പറയട്ടെ, ഈ സ്തുതിക്ക് അള്ളാഹു അല്ലാതെ വേറൊരാളും അവകാശിയാകുന്നില്ല. കാരണം നിശ്ചയമായും അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുന്ന, അനുഗ്രഹം ചെയ്തു കൊടുക്കുന്ന ഏതൊരാളും അനുഗ്രഹം ചെയ്യുന്നത് അനുഗ്രഹം ചെയ്തു കൊടുക്കുന്ന ആരാണെങ്കിൽ തന്നെയും ആ ചെയ്തു കൊടുക്കുന്നവൻ അവന്റെ കൽബിൽ അള്ളാഹു സുബ്ഹാനഹു ഇട്ട് കൊടുക്കുന്ന പ്രേരകം ഉണ്ടാകും. ആ പ്രേരകം കൊണ്ട് അവൻ അനുഗ്രഹം നൽകുന്നത്. അതൊരു അള്ളാഹു കൊടുത്ത ഏതെല്ലാം അനുഗ്രഹം ഉണ്ടോ ആ അനുഗ്രഹങ്ങളെ കൊണ്ടാണ് അവൻ എന്ത് ചെയ്യുക? ഒരാൾക്ക് അനുഗ്രഹം ലോകത്ത് മറ്റൊരാൾക്ക് അനുഗ്രഹം ചെയ്യുന്നുവെങ്കിൽ ആ അനുഗ്രഹം ചെയ്തു കൊടുക്കുന്ന ആൾ ആരാണെങ്കിൽ തന്നെയും അയാൾ അനുഗ്രഹം ചെയ്തു കൊടുക്കുന്നത് അയാൾക്കുള്ളിലുള്ള ഒരു പ്രചോദനം, ഒരു പ്രേരകം ഉണ്ടാകും. അല്ലെങ്കിൽ അയാൾ കൊടുക്കുന്ന ആ അനുഗ്രഹം അള്ളാഹു കൊടുത്തതാണ് അയാൾ കൊടുക്കുന്നത്. ഇങ്ങനെ ആ പ്രേരകം സൃഷ്ടിച്ചു കൊടുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ അയാൾ ചെയ്തു കൊടുക്കുന്ന ഏത് നിഅമത്താണെങ്കിൽ തന്നെയും അതിന്റെ എല്ലാം ഖാലിഖ് ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ അതുപോലെ ഏതൊരാൾക്ക് ലോകത്തുള്ള ഏത് അനുഗ്രഹം ആര് പറ്റുന്നുവെങ്കിലും ആ അനുഗ്രഹം പറ്റുന്നത് അവന് ഹയാത്തുള്ളത് കൊണ്ടാണ്, അവന് ജീവനുള്ളത് കൊണ്ടാണ്. ആ ജീവൻ ആര് സമ്മാനിക്കുന്നതാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല സമ്മാനിക്കുന്നതാണ്. അതുകൊണ്ട് പറയട്ടെ, ഫലാ മുൻഇമ ഫിൽ ഹഖീഖ ഇല്ലല്ലാഹ്. ലോകത്ത് ആർക്ക് എന്ത് അനുഗ്രഹം കൊടുത്താലും ആ അനുഗ്രഹം നൽകുന്നവൻ യഥാർത്ഥത്തിൽ ആര് മാത്രമാണ്? അള്ളാഹു അല്ലാതെ ഇല്ല. ഫലാ മുൻഇമ ഫിൽ ഹഖീഖത്തി, യഥാർത്ഥത്തിൽ മുൻഇം അനുഗ്രഹം നൽകുന്നവൻ ഇല്ല. ആരല്ലാതെ ഇല്ല? ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഇല്ല. അതുപോലെ അതുപോലെ ലോകത്ത് അനുഗ്രഹം നൽകുന്ന ഏതൊരാളും അനുഗ്രഹം നൽകുന്നത്, നിഅമത്ത് നൽകുന്നത് ചിലപ്പോൾ എഴുപതിന് എന്തെങ്കിലും പകരം കിട്ടാൻ വേണ്ടിയാണ്, ആ ഓർഡർ എന്തെങ്കിലും ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇങ്ങനെയൊക്കെയാണ് ഒരു അനുഗ്രഹം ചെയ്യുന്ന ആൾ അനുഗ്രഹം നൽകുക, അനുഗ്രഹം കൊടുക്കുക. പക്ഷേ അള്ളാഹുവിന്റെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അനുഗ്രഹം നൽകുന്നത് അവന്റെ തനിച്ച ഔദാര്യമാണ്. അള്ളാഹു എന്തെങ്കിലും റിട്ടേൺ പ്രതീക്ഷിച്ചിട്ടല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം നൽകുന്നത്. എല്ലാരും ലോകത്ത് വേറെ എന്ത് അനുഗ്രഹം ആർക്ക് കൊടുത്താലും അതിലേക്ക് പിന്നെ എന്തെങ്കിലും ലക്ഷ്യം, എന്തെങ്കിലും ഒരു താല്പര്യം ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫലം പ്രതീക്ഷിക്കുന്നുണ്ടാകും. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് തനിച്ചൗദാര്യത്തിൽ അനുഗ്രഹം നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുപോലെ
അതുപോലെ പിന്നെ നിഅമത്ത്, ശരിയായ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു അനുഗ്രഹം പൂർണ്ണമാകുന്ന എപ്പോഴാണ്? ആ അനുഗ്രഹം മറ്റു ഉപദ്രവങ്ങളെ തൊട്ടും ബുദ്ധിമുട്ടുള്ളതാ. വന്യമത്ത് ലാ തകൂനു കാമിലത്തൻ ഇല്ലാ ഇദാ കാനത്ത് ഖാലിയത്തൻ മിൻ ശവായിബിൽ ദറരി വആമിനത്തൻ മിൻ ഖൗഫ്. മറ്റുള്ള എല്ലാത്തരം പേടികളിൽ നിന്നും എല്ലാവിധ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒഴിവായതായി വരുമ്പോഴാണ് ഒരു അനുഗ്രഹം പൂർണ്ണമായ അനുഗ്രഹമാവുക. ഒരു അനുഗ്രഹം കൊടുക്കുന്നു, പക്ഷെ അതിന്റെ പിന്നാലെ ധാരാളം ബുദ്ധിമുട്ടുകൾ വരാനുണ്ടെങ്കിൽ, അല്ലെ പ്രയാസങ്ങളുണ്ടെങ്കിൽ, അവിടെ ഭയപ്പാടുണ്ടെങ്കിൽ, ആ അനുഗ്രഹം ഏത് അനുഗ്രഹമാണെങ്കിൽ തന്നെ അത് അനുഗ്രഹം പൂർണ്ണമാകുന്നില്ല. നമ്മളിപ്പോ കാണുന്നത് പോലെ ലോകത്ത് ഏറ്റവും വലിയ അനുഗ്രഹം ഏതാണ്? അമ്നാണ്, നിർഭയത്വമാണ്. നിർഭയത്വമില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടെന്താ? അതുപോലെ ഏത് അനുഗ്രഹം അനുഗ്രഹമാകുന്നത് അത് പൂർണ്ണമായിട്ടും സുരക്ഷിതമാകണം, സംരക്ഷിതമാകണം, മറ്റു ഭയപ്പാടുകളൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോ ഹൗഫിൽ നിന്ന്, പേടിയിൽ നിന്ന് സുരക്ഷിതത്വം വേണം. ഇങ്ങനെ ആകുമ്പോഴാണ് അനുഗ്രഹം അനുഗ്രഹമാകുന്നത്. എന്നാ പറയട്ടെ, ഇത് രണ്ടും, അഥവാ ഒരു അനുഗ്രഹം കിട്ടിയാൽ അനുഗ്രഹത്തിന് പൂർണ്ണമായി നിർഭയത്വം ഉണ്ടാകാനും ആ അനുഗ്രഹം മറ്റു ബുദ്ധിമുട്ടുകളെ തൊട്ടെല്ലാം പരിപൂർണമായിട്ട് സുരക്ഷിതമാകാനും സാധ്യമാവുക ഇല്ലാമിനല്ലാഹി തആല, അല്ലാഹുവിനല്ലാതെ രണ്ടും ലഭ്യമാവുകയില്ല. അതുകൊണ്ട് ഫഹുവൽ മുസ്തഹിഖുൽ ഹംദി ഫിൽ ഹഖീഖ, യഥാർത്ഥത്തിൽ ഹംദിന്, സ്തുതിക്ക് ഉടമസ്ഥൻ ആര് മാത്രമാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. നിങ്ങളുടെ ചോദ്യം, അൽഹംദുലില്ലാഹ് എന്ന് അല്ലാഹു തആല പറഞ്ഞു, വലം യകുൽ അശ്കുറു ലില്ലാഹ് എന്ന് പറഞ്ഞില്ല. നമ്മൾ പറഞ്ഞു ശരിക്കും നേരെ നാവ് കൊണ്ട് പുകഴ്ത്തലാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. ആ സ്തുതിയാണ് അല്ലാഹു തആലയ്ക്കുള്ളതെന്ന് പറഞ്ഞു. അതിനേക്കാൾ വ്യാപകമായ നാവ് കൊണ്ടും കൈകൊണ്ടും കാലുകൊണ്ടും ഒക്കെ ഉള്ള നന്ദിയാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്തേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അശ്കുറില്ല എന്ന് പറയാമായിരുന്നല്ലോ, അശ്കുർ പറഞ്ഞില്ലല്ലോ. അതാ വലം യകുൽ അശ്കുറില്ല, അൽഹംദുലില്ലാ എന്നേ പറഞ്ഞുള്ളൂ, അശ്കുറില്ല എന്ന് പറഞ്ഞില്ല. എന്നാൽ അപ്പൊ അവിടെ എന്താ ശുക്രിനെ പറയാൻ കാരണം? പറയുന്നവൻ ആരാണോ ആ പറഞ്ഞവനിലേക്ക് ചെന്ന് ചേർന്ന ഒരു അനുഗ്രഹത്തിനുള്ള പുകഴ്ത്തലാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ. ശുക്ർ നന്ദി എന്ന് പറയുമ്പോൾ നന്ദി, ആ നന്ദി ചെയ്യുന്നവൻ, നന്ദി കാണിക്കുന്നവൻ, നന്ദി പ്രകടിപ്പിക്കുന്നവൻ, അവന് ലഭ്യമായ ഒരു അനുഗ്രഹത്തിന് മേലുള്ള പുകഴ്ത്തലാണ് ശുക്ർ എന്ന് പറഞ്ഞാൽ. എന്നാ വൽഹംദു സനാഉൻ അലാ കുല്ലി ഇൻആമിൻ സദറ മിനല്ലാഹി തആല സവാഉൻ കാന വാസിനിൽ ഹാമിദി അം ഇലാ ഗൈരി. എന്നാൽ ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സനാഉൻ അലാ കുല്ലി ഇൻആമിൻ സദറ മിനല്ലാഹി തആല, അല്ലാഹുവിൽ നിന്ന് ഉത്ഭവിച്ച ഏതൊരു അനുഗ്രഹം ചൊരിയലിനും ഉള്ള പുകഴ്ത്തലാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. അത് സവാഉൻ കാന വാസിനിൽ ഹാമിദി അം ഇലാ ഗൈരി. ഈ സ്തുതിക്കുന്ന ആൾ, ഹംദ് പറയുന്ന ആൾ, അയാളിലേക്ക് ചേരട്ടെ ചേരാതിരിക്കട്ടെ. അത് നന്ദിയാകുമ്പോ ഒരാൾക്ക് ഒന്ന് ലഭ്യമായാൽ അതിന്റെ പിന്നാലെ വരുന്ന പുകഴ്ത്തലാണ് ശുക്രായി വരിക. എന്നാൽ ഹംദാകുമ്പോ അങ്ങനെയല്ല, അയാൾക്ക് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, അയാൾക്ക് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, അള്ളാഹുവിൽ നിന്നുണ്ടാകുന്ന ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതിന്റെ മേലൊക്കെ ഉള്ള പുകഴ്ത്തൽ എന്താണ്? ഹംദാണ്. അപ്പൊ അതുകൊണ്ട് ഹംദാണ് വ്യാപകാർത്ഥമുള്ളത്. ആ വ്യാപകാർത്ഥമുള്ളതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ ഇവിടെ ഹംദ് ചെയ്യുന്ന ആൾ, ആ ഹംദ് ചെയ്യുന്നവൻ, അവന് ഒരു നിഅമത്ത് കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, ലോകത്തുള്ള ഏതേത് അനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹം മുഴുവൻ ഉത്ഭവിക്കുന്നത്, അതൊക്കെ നൽകുന്നതിന്റെ ദായകൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല മേൽ ഉള്ള പുകഴ്ത്തൽ, അതിന്റെ മേലുള്ള പുകഴ്ത്തലൊക്കെ ഹംദാണ്. അപ്പൊ ആ രീതി വ്യാപകാർത്ഥമുള്ള ഹംദിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പ്രയോഗിച്ചതെന്നർത്ഥം. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു അൽഹംദുലില്ലാഹ്, റബ്ബ് സുബ്ഹാനഹു വ തആല അവനാണ് സ്തുതിയായ സ്തുതിയൊക്കെയും. അൽഹംദുലില്ലാഹ്, ഇവിടെ ബിസ്മില്ലാഹ് പറഞ്ഞ പോലെ ഇവിടെ അൽഹംദുലില്ലാഹി എന്ന് പറഞ്ഞ അള്ളാഹ് എന്ന പേരിനെ കൊണ്ടുവന്നത്. അള്ളാഹു താല ബിസ്മിൽ എന്തി അള്ളാഹ് പറഞ്ഞുകൊണ്ട് അൽഹംദു ലിർ റഹ്മാൻ, അൽഹംദു ലിൽ ഖാലിഖി എന്നൊക്കെ പറയാമായിരുന്നല്ലോ. അള്ളാഹു താല അങ്ങനൊന്നും പറഞ്ഞില്ല. മറിച്ച് അള്ളാഹു താല അവിടെയും കൊണ്ടുവന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഹക്കായ മഅബൂദ് പറയുന്ന പേരാണ് എന്ത്? അള്ളാഹ് എന്നുള്ളത്. ആ പേര് തന്നെ അള്ളാഹു താല പറഞ്ഞു. അതവിടെ ചോദ്യമുണ്ട്, എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഖാമിൽ അല്ലാഹ് എന്ന ലഫ്ദിനെ അല്ലാഹു തആല തിരഞ്ഞെടുത്തു? മറ്റു പേരുകളൊന്നും പറഞ്ഞില്ലല്ലോ. അൽ ഖാലിഖ്, അർ റാസിഖ് എന്നൊക്കെ പറയാം, അൽഹംദുലിൽ ഖാലിഖ്, അൽഹംദുലിൽ റാസിഖ് എന്നൊക്കെ പറയാമായിരുന്നു. അപ്പൊ ഇവിടെ അല്ലാഹു തആല പ്രത്യേകം പറയാണ്, അല്ലാഹ് എന്ന് കേട്ടാൽ അത് റബ്ബിന്റെ പേരാണ് എന്ന് വരുന്ന ആ പേര് തന്നെ അല്ലാഹു തആല വീണ്ടും പറഞ്ഞു. അപ്പൊ അള്ളാഹുവിന്റെ വേറെ സിഫാത്തുകളെ പറഞ്ഞില്ല. അപ്പൊ സിഫാത്തുകളെ പറഞ്ഞ പ്രശ്നം എന്താ? അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ ഇപ്പൊ അൽഹംദുലിൽ ഖാലിഖ്, സിട്ടാവായ അള്ളാഹുവിനാണ് സർവ്വസ്തുതി എന്ന് പറയുമ്പോൾ ആ സ്തുതി അള്ളാഹു താലയ്ക്ക് വരുന്നത് അവൻ സിട്ടാവാണെന്ന ഗുണം കൊണ്ടാണ് എന്ന് വരും. മറ്റൊരു വസ്തു വരുമ്പോ ആ ഒരു സ്തുതി ഇല്ലാതെ തോന്നിപ്പോകും. അങ്ങനല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അള്ളാഹു എന്ന് നിലയ്ക്ക് ഏതെങ്കിലും ഒരു സിഫത്തിന്റെ പേരിലല്ല,
അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹ് എന്ന നിലയ്ക്ക് തന്നെ ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ സ്തുതിക്കുകയും ശരിയായ അവകാശിയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും. അതാ വേറെ ഏതാ വല്ലവാജ് ലൗ ഊരിദ മഖാമ ഇസ്മിഹി ആഖറു മിൻ അസ്മാഇ തആല യൂഹിബു ഇഖ്തിസാസ ഇസ്തിഖാഖിഹി ജമീൽ മഹാമിദിൽ വസ്ഫിൻ ദൂന വസ്ഫിൻ. അവ ഏതെങ്കിലും ഒരു ഇസ്മിനെ ഖാലിഖെന്നോ റാസിഖെന്നോ ഏതെങ്കിലും ഒരു ഇസ്മിനെ കൊണ്ടുവന്നെങ്കിൽ ആ ഒരു ഇസ്മിന്റെ പ്രത്യേകത കൊണ്ട് അള്ളാഹുവിനെ ഹംദ് കിട്ടിപ്പോകുന്നെന്ന് വരും. അങ്ങനെയില്ല. അള്ളാഹു താലയ്ക്ക് ഏതെങ്കിലും ഒരു പ്രത്യേകമായ വസ്തു കൊണ്ടല്ല, അള്ളാഹ് അവന്റെ പേര് കൊണ്ട് തന്നെ അള്ളാഹു താല എന്ന നിലയ്ക്ക് തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെല്ലാ സ്തുതിക്കും അർഹനാണ് എന്നർത്ഥം. അപ്പൊ അള്ളാഹ് എന്ന് എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ പേരാണ്. അള്ളാഹുവിന്റെ പേരാനുള്ള കാരണം എന്താ? കണ്ട അള്ളാഹ് എന്ന പേര് വേറെ ഒരാൾക്കും വെക്കപ്പെടില്ല. വേറെ ആൾക്കും എന്ത് ചെയ്യും? അള്ളാഹ് എന്ന പേര് വെക്കൂലല്ലോ. വെക്കാറില്ല, വെക്കാൻ പാടില്ല. മാത്രമല്ല അള്ളാഹ് എന്ന ആ വസ്തുവിന് എന്ത് ചെയ്യും? ധാരാളം സിഫത്തുകൾ പറയും. അള്ളാഹ് എന്ന വസ്തുവിന് വേറെ പല സിഫത്തുകളും പറയും. എന്നാൽ അള്ളാഹുവിന്റെ മറ്റേ അസ്മാവിന് അള്ളാഹുവിന്റെ മറ്റ് അസ്മാക്കള് അതൊക്കെ എന്താണ്? നിഷ്പന്നമായ അല്ല വേറൊരു വാക്കിൽ നിഷ്പന്നമായ മറ്റു പദങ്ങൾ, ഇപ്പൊ ഖാലിഖാകട്ടെ റാസിഖാകട്ടെ, അതൊക്കെ പല പദങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുക? ഉരുത്തിരിഞ്ഞു വന്ന പദങ്ങളാണ്. നമ്മൾ പറഞ്ഞു അള്ളാഹ് എന്ന പദം അത് വേറൊന്നും നിഷ്പന്നമായതല്ല, മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ വസ്തുക്കളും ഒത്തിണങ്ങി ചേർന്ന ഈ ലോകത്തിന്റെ സൃഷ്ടാവായ ആ മഹാശക്തിക്കുള്ള പേരാണ് അള്ളാഹ് എന്ന ഇസ്മ. അപ്പൊ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ പേരാണ് അള്ളാഹ് എന്ന ഇസ്മ. അപ്പൊ റബ്ബിൽ ആലമീൻ അർ റഹ്മാനിർ റഹീം മാലിക് യൗമിദ്ദീൻ. അപ്പൊ ഇത് പറഞ്ഞ ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ റബ്ബിന്റെ 2-3 ഔസാഫുകൾ പറഞ്ഞു. അതാ റബ്ബിൽ ആലമീൻ സർവ്വലോക സംരക്ഷകനായ, അർ റഹ്മാനിർ റഹീം ബിസ്മിൽ ആവർത്തിച്ച് പറഞ്ഞ ആ റഹ്മാൻ റഹീം എന്ന 2 സിഫത്തുകൾ, അതുപോലെ മാലിക് യൗമിദ്ദീൻ. പിന്നെ അള്ളാഹു തആല ആരാണ്? അവൻ പ്രതിഫലനാളിന്റെ ഉടമസ്ഥനായ, പ്രതിഫലനാളിന്റെ രാജാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല ആണ് അവൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അപ്പൊ പ്രത്യേകം ഇവിടെ പറഞ്ഞതിന്റെ ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു വ തആല ഇന്നലേക്കെല്ലാം മാലിക് യൗമിദ്ദീൻ എന്ന നിലയ്ക്കും റബ്ബിൽ ആലമീൻ എന്ന നിലയ്ക്കും റഹ്മാൻ റഹീം എന്ന നിലയ്ക്കും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണ്? അവനാണ് സർവ്വസ്തുതിയുടെയും ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല. റബ്ബിൽ ആലമീൻ, റബ്ബിൽ ആലമീൻ എന്ന പ്രയോഗമാണ്. റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം അർ-റബ്ബ് ഫിൽ അസ്ലി മസ്ദറു ബിമഅന തർബിയ, തർബിയത്ത് ചെയ്യുന്നവനാണ് റബ്ബിന്റെ അർത്ഥം. തർബിയത്ത് എന്ന് പറഞ്ഞാൽ തർബിയത്തു തബ്ലീഗു ശൈഇ ഇലാ കമാലി ശൈഇൻ ഫശൈഇൻ, ഒരു കാര്യത്തെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ, സംരക്ഷിച്ചു കൊണ്ടുവരുന്നവൻ എന്നർത്ഥമാണ് റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം. റബ്ബ് നമ്മൾ പറയും സംരക്ഷകൻ, പരിപാലകൻ എന്നൊക്കെ പറയും. നേരെ ആ വാക്കിന്റെ അർത്ഥം റബ്ബ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തെ, ഒരു വസ്തുവിനെ, അപ്പൊ ഏതൊരു വസ്തുവാണെങ്കിൽ തന്നെയും ആ വസ്തുവിനെ അതിനെ പരിചരിക്കേണ്ട മാതിരി പരിചരിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പടിപടിയായി വളർത്തിക്കൊണ്ടുവരുന്നവൻ, പരിചരിക്കുന്നവൻ എന്നാണ് റബ്ബ് എന്ന വാക്കിന്റെ അർത്ഥം. ആ റബ്ബ് ഈ ലോകത്തെ മുഴുവൻ വസ്തുക്കളുടെയും ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടികളുടെയും എന്താണ്? ആ രീതിയിൽ തർബീയത്ത് ചെയ്ത് കൊണ്ടുവരുന്നവനാണ്, പരിചരിച്ചു കൊണ്ടുവരുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന്. അതാ ഫഇന്ന തഫ്ഈല യദുല്ലു അല തദ്രീജ്. ഈ തഫ്ഈൽ വസ്ന് അതാ നമ്മള് പിന്നെ ഈ പറഞ്ഞ തർബിയ, തഅലീം, തദ്രീസ് എന്നൊക്കെ പറഞ്ഞ പടിപടിയായുള്ള കാര്യത്തിനാണ്. അറബിയിലെ ഈ തഫ്ഈൽ വസ്ന് അല യദുല്ലു അല തദ്രീജിന, സ്റ്റെപ്പ് സ്റ്റെപ്പിന്റെ മേൽ അറിയിക്കും. ഘട്ടം ഘട്ടമായിട്ടുള്ളതിനാണ് എന്ത് ഈ തഫ്ഈൽ വസ്ന് ഉപയോഗിക്കുക. നമ്മള് തരീം എന്ന് പറയും. തരീം പഠിക്കുക, പഠനം എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് എല്ലാം കൂടി പഠിക്കലല്ല, ഓരോ ദിവസം പഠിച്ച് വരലാണ് എന്ത് തഫ്ഈൽ, തരീം എന്ന് പറഞ്ഞാൽ. തദ്രീസ് ദറസ് നടത്തുക, ഒറ്റയടിക്ക് ദറസ് നടത്തലല്ല, കുറേശ്ശെ ദറസ് നടത്തും. അങ്ങനെ എന്ത് ചെയ്യുക? ഓരോ ദിവസം കഴിഞ്ഞ് പുരോഗമിച്ച് പോകും. അപ്പൊ ആ രീതിയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായുള്ള സംഗതിക്കാണ് എന്താണ് ഇങ്ങനെ തഫ്ഈൽ വസ്ന് ഉപയോഗിക്കുക. അതുപോലെ തർബിയത്ത്, റബ്ബായി റബ്ബി, തർബിയത്ത് എന്ന് പറഞ്ഞാൽ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉള്ള പരിചരണത്തിനാണ് തർബിയത്ത് എന്ന് പറയുക. അങ്ങനെ ലോകത്തുള്ള എല്ലാ വസ്തുക്കളെയും, ആറ്റങ്ങളെ അടക്കം മുഴുവനെ എന്ത് ചെയ്യുക? പരിചരിക്കുന്നവനാണ് ആര്? അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനാണ് റബ്ബ്, റബ്ബ് സുബ്ഹാനഹു വ തആല. ഈ റബ്ബ് എന്ന പ്രയോഗം അർ-റബ്ബ് യുത്ലഖു അല സയ്യിദി വൽ മാലികി വൽ മഅബൂദി വൽ സാബിതി വൽ മുസ്ലിഹി. റബ്ബ് എന്ന പ്രയോഗം പലതിനും പ്രയോഗിക്കാം. നേതാവിന് റബ്ബ് എന്ന് പറയും, മാലിക്കിന് പറയും, ഉടമസ്ഥന് പറയും. നമ്മൾ പറയുന്നത് റബ്ബ്, അർബാബ്, റബ്ബിന്റെ പ്ലൂറൽ അർബാബ്, അർബാബിനെ കാണാൻ പോയി എന്നൊക്കെ പറയാറുണ്ട്. തെറ്റൊന്നുമല്ല. അപ്പൊ അതിന് റബ്ബ് എന്ന വാക്ക് എന്ത് ചെയ്യും?
പിന്നെ സയ്യിദിനും മാലിക്കിനും മഹബൂദിനും ഒക്കെ പറയും. പക്ഷെ ഇവിടെ സൂറത്തുൽ ഫാത്തിഹ എന്ന ഈ റബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏതാണ്? നേരത്തെ പറഞ്ഞ ആ അടിസ്ഥാനപരമായ മാനയാണ് സർവ്വതിനെയും പരിചരിക്കുന്നവനായ, സംരക്ഷിക്കുന്നവനായ, സർവ്വലോക രക്ഷിതാവായ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നർത്ഥം. ആ റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് എല്ലാ സ്തുതിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അർഹനായവൻ എന്നർത്ഥം. റബ്ബിൽ ആലമീൻ മാലിക് ജമീഇൽ ഖൽഖ്, മുഴുവൻ വസ്തുക്കളുടെ ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നർത്ഥം. അലാമ നേരത്തെ പറഞ്ഞു. ഈ ആലം എന്ന പ്രയോഗം അലാമ, അടയാളം എന്നർത്ഥം. അറബി പറയുന്ന അടയാളത്തിൽ പറയുന്ന വാക്കാണ് അലാമത്ത്. അതാ അൽ ആലം മുസ്തഖ് മിനൽ അലാമ, അലാമത്ത് നിഷ്പന്നമായ പദമാണ് ആലം എന്ന പദം. ഫൽ ആലം ഇസ്മുൻ ലിമാ യുഅലമു ബിഹി അസ്വാനി, സൃഷ്ടാവിനെ അറിയപ്പെടാനുള്ള അടയാളം എന്താണോ അതിനാണ് ആലം എന്ന് പറയുക. സൃഷ്ടാവിനെ, ഇതിനെ ഉണ്ടാക്കിയ ആൾ, അയാളെ അറിയാനുള്ള അടയാളം ഏതാണോ അതിനാണ് ആലം എന്ന് പറയുക. അപ്പൊ ആലം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വഹുവ കുല്ലുമാ സിവാഹു, അല്ലാഹ് അല്ലാത്ത എല്ലാത്തിനും. അതാ ലിഅന്നൽ ആലമ ലിഅന്നഹു അലാമത്തുൻ ലാ മുജീദ് ലിഅന്നൽ ആലം വഹുവ മാ സിവൽ ബാരി. എപ്പോഴും ആലമിന്റെ ഡെഫിനേഷൻ എങ്ങനെയാ? അൽ ആലം മാ സിവൽ ബാരി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാത്ത എല്ലാം എന്താണ്? ലോകമാണ്. എല്ലാം പ്രപഞ്ചമാണ്, ലോകമാണ്. കാരണം അതൊക്കെയും എന്താണ്? ആ സൃഷ്ടാവിനെ അറിയിക്കുന്ന അടയാളങ്ങളാണ്. അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള അടയാളമാണ് ഈ പറഞ്ഞ മുഴുവൻ പ്രപഞ്ചവും, മുഴുവൻ ലോകവും. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ അവനാകുന്ന ഖാലിഖിനെ അറിയാൻ അടയാളമാണ് പ്രപഞ്ചം എന്നുള്ളത് കൊണ്ട് തന്നെ പ്രപഞ്ചം എന്നതിന്റെ അർത്ഥം തന്നെ, അല്ലെങ്കിൽ അതിന് ആ വാക്ക് തന്നെ വരുന്നത് അലാമത്ത്, അടയാളം എന്ന വാക്കിൽ നിന്നാണ്. അടയാളം, സിട്ടാവിനെ അറിയാനുള്ള അടയാളം ഏതാണോ അതാണ് ആലം എന്ന് പറഞ്ഞാൽ. അപ്പൊ അന്നിലേക്ക് അള്ളാഹു അല്ലാത്ത എല്ലാം ആലമാണ്, അള്ളാഹു അല്ലാത്തതെല്ലാം ലോകമാണ്, പ്രപഞ്ചമാണ് എന്ന് നമുക്ക് പറയാം എന്നർത്ഥം. നമ്മുടെ സമയമായി. അപ്പൊ എന്താ ഡൗട്ട് വല്ലതും ഉണ്ടോ? ടൈമായി പോയി. ഈ ആലമൂനും ആലമീനും ഉള്ള ഡിഫറൻസ് എന്താണ്? എന്തോ ആലമൂനും ആലമീനും പറഞ്ഞില്ലേ, അതൊന്ന് ക്ലിയർ ആക്കണം. വ്യത്യാസം എന്താണ്? അതായത് ഈ ആലം എന്ന് പറഞ്ഞ പ്രപഞ്ചമല്ലേ. ഇപ്പൊ ഈ ആലമ്, അപ്പോ ആലമുൽ ഇൻസ് വൽ ജിന്ന് നമ്മൾ പറഞ്ഞല്ലോ, മനുഷ്യ ലോകം, അതുപോലെ ജിന്നുകളുടെ ലോകം എന്നൊക്കെയുള്ള പ്രയോഗമുണ്ട്. അപ്പൊ ഈ ആലം എന്ന പദം, ഈ പദത്തെ പ്ലൂറലാക്കുമ്പോൾ, ബഹുവചനമാക്കുമ്പോൾ നമുക്ക് എന്താണ്? ആലമൂൻ ആലമീൻ എന്ന് പറയാം, അല്ലെങ്കിൽ ആലമാത്ത്, അവാലം എന്നൊക്കെ പറയാം. അറബിയിലെ ജമ്മ് എന്താണ്? ഇങ്ങനെ ജമ്മു മുദക്കറിന്റെ മേൽ, ബുദ്ധിയുള്ള ആൾക്കാരെ കുറിച്ച് ബഹുവചനമാക്കി പറയാൻ ചില പദങ്ങളുണ്ട്. എന്നാൽ ബുദ്ധി ഇല്ലാത്ത അചേതന വസ്തുക്കൾ അടക്കമുള്ള ആൾക്കാരെ, അതുപോലെ ജീവികൾ തന്നെ, ബുദ്ധിയില്ലാത്ത ജീവികളാണ്, അവയെ കൂടി ഉൾപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യുക പറയുന്ന പ്രയോഗങ്ങളുണ്ട്. ഇപ്പൊ ഹയവാനാത്ത് എന്ന ജീവിയാണ്. അപ്പൊ ജീവിയിൽ ആരെല്ലാം പെട്ടു? ബുദ്ധി ഉള്ളതും ഇല്ലാത്ത എല്ലാം പെട്ടു, മനുഷ്യന്മാരും അതുപോലെ തന്നെ മറ്റുള്ള മൃഗങ്ങളൊക്കെ പെട്ടു. അപ്പൊ ഹയവാന്റെ പ്ലൂറൽ എന്താ? ഹയവാനാത്ത്, ജീവികൾ. ഹയവാൻ എന്നുള്ളത് ജീവി. അതിന്റെ ബഹുവചനം വരുന്നത് എങ്ങനെയാണ്? ഹയവാനൂനല്ല, അല്ലെ ഹയവാനീനല്ല, ഹയവാനാത്ത്, ജീവികൾ എന്ന് പറയുമ്പോൾ അതിലെല്ലാം പെട്ടു. ബുദ്ധിയില്ലാത്തതായ എല്ലാത്തിനെയും കൂടി ഉൾപ്പെടുത്താനുള്ള പ്രയോഗമാണ് ഹയവാനാത്ത്. ജമ്മു മുഅന്നസ് സാലിമിന്റെ പ്രയോഗമാണ് ആ പ്രയോഗം. അപ്പൊ ആ രീതിയിൽ അങ്ങനെയാണ് പറയേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ ആലം പറഞ്ഞ രീതിയിൽ ആലമാത്ത് എന്നാ പറയേണ്ടിയിരുന്നത്. ഹയവാനാത്ത് പറഞ്ഞ പോലെ ആലമാത്ത് എന്നാ പ്രയോഗിക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് ആലമൂൻ ആലമീൻ എന്ന പ്രയോഗമാണ്. അഥവാ ലോകം, ലോകർ എന്നർത്ഥത്തിൽ. ലോകർ എന്ന അർത്ഥത്തിൽ ശരിക്ക് ബുദ്ധി ഉള്ളതിനെ ഉൾക്കൊള്ളിക്കുന്ന പ്രയോഗമാണ്. ആ പ്ലൂറലിന്റെ പദമാണ് എന്ത് ഇവിടെ തിരഞ്ഞെടുത്തത്. അഥവാ പിന്നെ മനുഷ്യർ, ആലിം എന്ന് പറയാം. ആലിം, ഉദാഹരണം പറയാം, ആലിം, പണ്ഡിതൻ. ഈ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആരേ ആവുള്ളൂ? ബുദ്ധിയുള്ള
മനുഷ്യന്മാരാണ് പണ്ഡിതരാവുക. അപ്പൊ അതിന്റെ ജമ്മായിട്ട് എന്ത് വരും? ആലിമൂൻ, പണ്ഡിതർ എന്നർത്ഥത്തിൽ പറയും. അപ്പൊ ആ പ്രയോഗമാണ്, അതേ പ്രയോഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ആലം എന്നതിനെ ബഹുവചനമാക്കിയപ്പോ ആലമൂൻ എന്ന് പറഞ്ഞു, ആലമാത്ത് എന്ന് പറഞ്ഞില്ല. ആലമാത്ത് എന്ന് പറഞ്ഞെങ്കിൽ എന്തിനെ കൂടി ഉൾക്കൊള്ളിക്കുമായിരുന്നു? ഈ ബുദ്ധിയുടേതല്ലാത്ത മറ്റുള്ള ജീവജാലങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ട് പറയേണ്ടിയിരുന്ന ആലമാത്ത് എന്നാ പറയേണ്ടിയിരുന്നത്. എന്നാ ഇവിടെ പറഞ്ഞ പ്രയോഗവും ശരിക്ക് ബുദ്ധി ഉള്ളവരെ ഉൾക്കൊള്ളിക്കുന്ന ആലമൂൻ എന്ന ആ പദമാണ് ആ ജമ്മു മുദക്കർ സാലിമിന്റെ ആ പ്രയോഗമാണ് അള്ളാഹുത്തിന്റെ പ്രയോഗത്തിൽ കൊണ്ടുവന്നത്. അപ്പൊ ശരിക്ക് സാധാരണഗതിയിൽ ബുദ്ധിയില്ലാത്ത ആൾക്കാരെ കൂടി ഉൾക്കൊള്ളിക്കാൻ ആ പ്രയോഗം പ്രയോഗിക്കാറില്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്തതാണ്? ഇവിടെ ബഹുവചനമാക്കിയെടുത്ത് സംഗതി ലോകർ എന്ന് പറയുമ്പോൾ അതിൽ ആരെല്ലാം പെട്ടു? ബുദ്ധിയുള്ള മനുഷ്യന്മാരും ജിന്നുകളും മാലാകമാരും ബുദ്ധിയില്ലാത്ത മൃഗങ്ങളും ജന്തുക്കളും എല്ലാം പെട്ടു. അപ്പൊ എല്ലാത്തിനെയും കൂടി ഉൾക്കൊള്ളിക്കുന്ന പ്രയോഗമായിട്ട് ആ അവർ എന്നർത്ഥം കിട്ടുന്ന, അല്ലെങ്കിൽ ബുദ്ധിയുള്ളവർക്ക് മാത്രം പറയുന്ന ആ പ്രയോഗം കൊണ്ടുവന്നത് ഭാഷയിൽ ഒന്നിനെ മറ്റൊന്നിനേക്കാൾ മികപ്പിക്കും, തഗ്രീബാക്കും. അപ്പൊ തഗ്രീബാക്കിയതാണ്. അഥവാ മറ്റുള്ളതിനെ പരിഗണിക്കാതെ ഇതിനെ മുന്തിച്ച് പരിഗണിച്ചിട്ട് എല്ലാത്തിനും കൂടി എന്ത് ചെയ്യുക? മറ്റേതിന് മാത്രം ഖാസായ പ്രയോഗം നടത്തി. നമ്മൾ പറയല് സാധാരണ നമ്മൾ മലയാളത്തിൽ തന്നെ ഒരു കാര്യം മനുഷ്യന്മാരെ കുറിച്ച് പറയാനാണെങ്കിൽ അവർ എന്നാ പറയാം. ഒരു കൂട്ടം ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ എന്ന് പറയാം, അവയെന്ന് പറയില്ല. അതേ സമയത്ത് പോകുന്ന മൃഗങ്ങൾ എന്ത് ചെയ്യുക? പോകുന്ന മൃഗങ്ങളാണെങ്കിൽ മൃഗങ്ങളെ കുറിച്ച് ആട്ടിൻകൂട്ടത്തിൽ ചൂട്ടിയിട്ട് നമ്മൾ എന്താ പറയുക? അവ എന്നാ പറയാ, അവർ എന്ന് പറയില്ല. കാരണം അവ എന്ന് അർത്ഥമാക്കുന്ന എന്താണ്? ബുദ്ധിയില്ലാത്ത സ്ഥാനത്തെ കുറിച്ച് നമ്മൾ അവ എന്ന് പറയുക. അതേസമയത്ത് ബുദ്ധിയുള്ള മനുഷ്യന്മാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അവ എന്ന് പറയില്ല, അവർ എന്നാ പറയുക. അവർ എന്നർത്ഥം എന്താണ്? അത് ബുദ്ധിയുള്ളതിനെ ഉൾക്കൊള്ളിക്കുന്ന പ്രയോഗമാണ്. അപ്പൊ ഇവിടെ ശരിക്കെന്താണ്? ബുദ്ധിയുള്ളതും ഇല്ലാത്തതുമായ എല്ലാത്തിനെയും കൂടി ഉൾപ്പെടുത്തിയിട്ട് ആ ബുദ്ധിയുള്ളവരെ പറയുന്ന ആ ജമ്മിന്റെ പ്രയോഗമാണ് നടത്തിയത്. അത് ശരിക്കും തഗ്രീബാണ്. തഗ്രീബ് എന്നാൽ മറ്റ് ബുദ്ധിയില്ലാത്തതിനെ പരിഗണിക്കാതെ ബുദ്ധിയുള്ളതിനെ പ്രത്യേകം അവരാണ് മികച്ചതെന്ന സങ്കല്പത്തിൽ പറഞ്ഞ പ്രയോഗമാണ് എന്നർത്ഥം. മനസ്സിലായോ? ഓക്കെ ഓക്കെ. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല കബൂൽ ചെയ്യട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ നാട്ടിൽ വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയാണ്, ഉരുൾപൊട്ടലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഉരുൾപൊട്ടലിലും എല്ലാവിധ കെടുതികളിൽ നിന്നും അല്ലാഹു തആല എല്ലാവർക്കും സലാമത്തോടെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മഴയെ കുറിച്ച് അല്ലാഹു തആല പ്രയാസങ്ങളെയൊക്കെ അല്ലാഹു തആല മാറ്റിക്കൊടുത്തു. അല്ലാഹു പൂർണ്ണ ഹിഫ്ളും സലാമത്തും അല്ലാഹു ഒരുക്കി കൊടുക്കട്ടെ. സൂറത്തുൽ ഫാത്തിഹ, അല്ലാഹു തആല ഫാത്തിഹ സൂറത്തിന്റെ ബറക്കത്ത് കൊണ്ട്, വിശുദ്ധ ഖുർആന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല അവർക്ക് സ്വസ്ഥതയും സമാധാനവും സലാമത്തും അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.